രാവിലെ തവാനി പർച്ചേസ്. രാവിലെ പർച്ചേസിന് പോവാണ് വീട്ടിലത്തേക്ക് സാധനം. തവാനിയിൽ നമ്മളെ സ്വന്തം വെഞ്ഞാറമൂടിൻ്റെ ലുലു മാളിൽ. രണ്ടും കൂടെ ഫോണും ഇതൊക്കെ എടുക്കും ഭയങ്കര പാട് തന്നെ. ഓയിൽ നോക്കുമ്പോഴത്തേക്ക് 750 159. അതിപ്പോൾ 1 ലിറ്ററിന് ഏകദേശം 200 സംതിങ്. 1 ലിറ്ററിന് 160. അപ്പോൾ ഇതാണ് ലാഭം. ഓക്കെ, ഇതാണ് ലാഭം. അപ്പോൾ ഇതാണ് എടുക്കേണ്ടത്. അല്ല, സൺഫ്ലവർ ഓയിലല്ല ഉപയോഗിക്കുന്നത്. അതല്ല, സോപ്പ് ഉണ്ടാക്കാൻ വെളിച്ചെണ്ണ എല്ലാം 2 കിലോ വാങ്ങിക്കാനും. ഇത് 167 രൂപ. സാധാരണ 190 ആ റേഞ്ചിലൊക്കെയാണ് കിട്ടുന്നത്. തൈര് വാങ്ങുമ്പോൾ 38.8 പെർ ഗ്രാം. ഇതിനാണെങ്കിൽ 42 രൂപ 0.11 പെർ ഗ്രാം. നമുക്ക് മുരളിയ മതി. മുരളിയാണ് റേറ്റ് കുറവ്. ഇത് മുട്ട മേടിക്കാൻ പോക്കാം. ഒരു 90 മുട്ടയൊക്കെ ഒരുമിച്ച് മേടിക്കാൻ ഹോൾസെയിൽ റേറ്റ് കിട്ടും. അതാണല്ലോ നോക്കിയല്ലേ മേടിക്കേണ്ടത്. നമുക്ക് ഇനി വീട്ടിൽ പോവുക, ഒന്ന് കുളിക്കുക, സ്റ്റുഡിയോയിൽ പോവുക. വരുമ്പോഴത്തേക്ക് ഞാൻ സോ ഡിപ്രസ്ഡ് ആയിരുന്നു. കുറേ കാരണങ്ങളുണ്ട്. കുറച്ച് ദിവസമായിട്ട് വർക്ക് ഇല്ല എന്നത് ഒരു റീസണായിരുന്നു. പക്ഷെ ഒരു കാര്യമുണ്ട് കേട്ടോ, ചില സമയത്ത് നമുക്ക് തോന്നാറുണ്ട് നമ്മളെ എന്തോ എനർജി നയിച്ചുകൊണ്ട് പോകുന്നു, കറക്റ്റ് സമയത്ത് സപ്പോർട്ട് തരുന്നു, അങ്ങനെയൊക്കെ. അങ്ങനെ തോന്നിയൊരു ദിവസം. കാരണം ഞാൻ ഇന്നലെ ഒരു ഡിസിഷൻ എടുത്തായിരുന്നു. കാരണം എന്നെ ഈ ടാറ്റു ഫീൽഡിൽ വരുന്ന ക്ലയൻസിൽ ഭൂരിഭാഗം പേരും വെറുപ്പിക്കലാണ്. ഫിക്സ് ചെയ്ത സമയത്ത് വരില്ല, വന്നാലും അനാവശ്യമായ ബാർഗെയിനിങ്. അതായത് ഞാൻ ലോ കോസ്റ്റിനാണ് ചെയ്യുന്നത് എന്ന് അറിഞ്ഞാലും ബാർഗെയിൻ ചെയ്തിട്ട് അങ്ങനെയുള്ള കസ്റ്റമേഴ്സ്. അതുമല്ല, എൻ്റെ വർക്കിൻ്റെ ക്വാളിറ്റിയെ അത് ഒരുപക്ഷെ അറിയാതിരിക്കും, അല്ലെങ്കിൽ അറിഞ്ഞുകൂടാതായിരിക്കും പുച്ഛിക്കുന്ന ആൾക്കാരുണ്ട്. വെള്ളമൊഴിച്ച് വരുന്നത്, കുളിക്കാതെ കയറി വരുന്നത്, വെറ്റയും പാക്കൊക്കെ ചവച്ച് കയറി വരുന്നത്, ഒരുമാതിരി ചന്തയിൽ മീൻ പേടിക്കാൻ പോകുന്ന ലാഘവത്തിൽ ടാറ്റു ചെയ്യുന്നവർ, ഇങ്ങനെ കുറേ ആൾക്കാർ. ഇവരൊക്കെ എന്നെ വെറുപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ പുതിയ ക്ലയൻസ് വിളിക്കുമ്പോഴത്തേക്ക് അവരോടുള്ള പെരുമാറ്റത്തിൽ എന്നെ റിഫ്ലക്റ്റ് ചെയ്യും. ഞാൻ പക്ഷെ ഇന്നലെ ഒരു തീരുമാനം എടുത്തു. ഞാൻ ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിച്ചിട്ടല്ലേ എനിക്കങ്ങനെ തോന്നുന്നത്. ഓക്കെ, ചന്തയിൽ മീൻ മേടിക്കാൻ വരുന്നവരെ പോലെ വരുന്നവർ ആ ഒരു ലുക്ക് ഇതിൽ തന്നെ കാണുന്നവർക്ക് ആണ് ഞാൻ മീൻ കച്ചവടക്കാരനാണ്, അല്ലെങ്കിൽ അത്തരത്തിൽ ആയിരിക്കോട്ടെ, അങ്ങനെ അക്സെപ്റ്റ് ചെയ്ത് ഞാൻ എന്തോ ആണെന്ന് വിചാരിച്ചിരിക്കുന്നതുകൊണ്ടല്ലേ എനിക്ക് ആ വിഷമം. ഞാനൊന്നുമല്ല, ഞാനൊരു സ്റ്റാർട്ടർ, ടാറ്റു ചെയ്യാനൊന്നും അറിഞ്ഞാത്ത ജീവിക്കാൻ വേണ്ടി ടാറ്റു ചെയ്ത് പോകുന്ന ഒരുത്തൻ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് പെരുമാറുകയാണെങ്കിൽ, അല്ലെ ചിന്താശേഷി ഉണ്ടെങ്കിൽ എനിക്കങ്ങനെ തോന്നേണ്ട കാര്യമില്ല. കാരണം എത്തരത്തിൽ വന്നാലും ഞാൻ പറയുന്ന പൈസ തന്നാലേ ഞാൻ വർക്ക് എടുക്കത്തുള്ളൂ. അപ്പോൾ പൈസക്കല്ലേ ഞാൻ വില കളിക്കേണ്ടത്. അപ്പോൾ ഇന്നലെ ഞാനത് തീരുമാനിച്ചു. ആര് വന്നാലും എത്ര നിലവാരം കുറഞ്ഞ് എന്നോട് സംസാരിച്ചാലും ഞാനൊന്നുമല്ല. കാരണം അങ്ങനെ ഇരിക്കലാണ് ഒരു ജോലി ചെയ്യലെന്നുള്ള രീതിയിൽ എൻ്റെ ഉത്തരവാദിത്വം.
കാരണം ഞാൻ ജോലി ചെയ്യുന്നത് അവൻ്റെ കയ്യിലെ പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. ആ പൈസയെ മാത്രം റെസ്പെക്റ്റ് ചെയ്താൽ മതിയല്ലേ. അങ്ങനെ പറയുമ്പോഴത്തേക്കും ഉള്ളിൽ അപ്പോൾ ഞാൻ എൻ്റെ ഒരു വ്യക്തിത്വത്തിനുള്ള സംഭവം റെസ്പെക്റ്റ് അതും വേണം, ഒരു പരിധി വരെ അതും വേണം. അതിനപ്പുറം ഞാനിപ്പോൾ ഓവറായിട്ട് പിന്തുടരുന്ന ഒരു സംഭവം വേണ്ട. കുറച്ചൊക്കെ ക്ഷമിക്കാം, കുറച്ചൊക്കെ ഞാനൊന്നും അല്ല എന്നുള്ള രീതിയിരിക്കാം. അങ്ങനെ ഒരു ചിന്തയാണ് ഒരു ടാറ്റു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് വേണ്ടത്. എന്തൊക്കെ ആയാലും ഞാൻ ഭയങ്കര ടാറ്റു ആർട്ടിസ്റ്റ് ഒന്നുമല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഞാൻ ആ ഒരു മൈൻഡ് ഞാൻ ഇങ്ങനെ പലപ്പോഴും ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ഡിസിഷൻ എടുത്ത് ഒരു അഹങ്കാരം വിട്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എവിടെ നിന്നില്ലാത്ത വർക്ക് കൊണ്ടുവരും, ഒരു എനർജി, ദൈവം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ അതാ അങ്ങനെ ഒരു വർക്ക് കഴിഞ്ഞ് ഇരിക്കുന്നു. ഞാനിതൊക്കെ എടുക്കുന്നത് ഒരു പോസിറ്റീവ് അല്ലെങ്കിൽ ഒരു ഈ ദൈവം എന്ന് പറയുന്ന സംഭവങ്ങളുടെ ഒരു യെസ് ദിസ് ഈസ് ഇറ്റ്, ഇപ്പം നീ ശരി ചെയ്തു അതുകൊണ്ടാണ് ഞാൻ ഇത് തരുന്നത് എന്നുള്ള രീതിയിലാണ്. ഞാനൊരു കറക്റ്റ് ഡെസിഷൻ എടുത്തു, കറക്റ്റ് ഒരു ശരിയായിട്ടുള്ള കാര്യം മനസ്സിലാക്കി. ദൈവം എനിക്ക് പാരിതോഷികം തന്നു. അങ്ങനെ ആയിരിക്കില്ലേ? This bloody life is nothing. കുറേ ബബിൾസിൽ അല്ലെങ്കിൽ സ്വപ്നങ്ങളാകുന്ന കുറേ ബബിൾസിൽ അത് പൊട്ടിപ്പോകുന്നവരെയുള്ള എക്സൈറ്റ്മെൻറ്റ്. ദിസ് ഇസ് ലൈഫ്. ലഞ്ച് അങ്ങനെ സാധനം വന്നു കേട്ടോ. ഇത് കൊള്ളാം, ഇത് ഉപയോഗപ്രദമാണ്. കാരണം എൻ്റെ ക്രെഡിറ്റ് കാർഡ് വരെ സ്വൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് എൻ്റെ സ്വന്തം. അപ്പോൾ നമുക്ക് ക്രെഡിറ്റ് കാർഡ് റോളിങ് നല്ല രീതിയിൽ നടക്കും. പിന്നെ കൊള്ളാം കേട്ടോ. ഈ ഒരു മോഡലുണ്ട്, ഒരു 125 രൂപയാണ് ഇതിൻ്റെ മന്ത്ലി റെൻറ്റ്. പക്ഷെ ഇത് സ്റ്റൈലല്ലേ, ഇതിൽ പ്രിൻറ്റ് ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് പ്രിൻറ്റ് ചെയ്യാൻ ആർക്കാണ് വേണ്ടത്? ടാപ്പിംഗ് ഉണ്ട്. ഇതിൽ QR കോഡ് വഴി ആൾക്കാർക്ക് പൈസ അടയ്ക്കാം, അതിൻ്റെ റെസിപ്റ്റ് എടുക്കാം. പിന്നെ ഇതിൽ റെസിപ്റ്റ് സെൻഡ് ചെയ്യാം, വേറെയുള്ള ഫോണിലോട്ട് റെസിപ്റ്റ് സെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിൽ UPI ട്രാൻസാക്ഷൻ, QR കോഡ് ട്രാൻസാക്ഷൻ, കാർഡ് ട്രാൻസാക്ഷൻ, അങ്ങനെയുള്ള എല്ലാ പരിപാടിയും ഉണ്ട്. പ്രിൻറ്റിങ് മാത്രം ഇല്ലെന്നേ ഉള്ളൂ. പിന്നെ അനൗൺസ്മെൻറ്റും ഉണ്ട്. കണ്ട കേൾപ്പിച്ചുതരാം. Last transaction amount is 31,000 rupees. ഞാനിപ്പം എൻ്റെ കാർഡിൽ നിന്ന് തന്നെ ഒരു 31,000 രൂപ ട്രാൻസാക്ഷൻ ചെയ്തു. അതിൻ്റെതാണ്. കൊള്ളാം കേട്ടോ, യൂസ്ഫുള്ളാണ്. കുറേ കസ്റ്റമേഴ്സ് കാർഡുണ്ടാന്ന് ചോദിക്കുന്നുണ്ട്. ഈ അവരെ ലിമിറ്റ് കറക്റ്റാക്കാൻ വേണ്ടിയില്ലേ ചില ആൾക്കാർ കാർഡുണ്ടാന്ന് ചോദിക്കുന്നുണ്ട്. അതായത് ചില കാർഡിന് ഇത്ര ലിമിറ്റ് 2 ലക്ഷം ട്രാൻസാക്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മാനുവൽ ഫീ റിട്ടേൺ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിനിടയിൽ പലരും ചോദിക്കുന്നുണ്ട്. അപ്പോൾ കാർഡില്ലാന്ന് പറയുമ്പോഴത്തേക്ക് അത് വളരെ മോശം. പിന്നെ QR കോഡുണ്ട്, കൊള്ളാം. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മൾ QR കോഡ് സ്കാൻ ചെയ്ത് അത് നമുക്ക് കാണണമെങ്കിൽ സ്മാർട്ട് വ്യാപാർ ആപ്പുണ്ട്, അതിൽ അപ്പോഴേ കാണാൻ പറ്റും. പക്ഷെ നമ്മൾ അക്കൗണ്ടിലോട്ട് വരാൻ ഒരു ദിവസം പിടിക്കും. അതൊരു ഈ Paytm അതുപോലുള്ള മർച്ചൻ്റ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ല കച്ചവട രീതിയിലുള്ള QR കോഡുകളെല്ലാം ആ രീതിയിലാണെന്നാണ് എനിക്ക് തോന്നുന്നത്. Paytm അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് അക്കൗണ്ടിൽ വരത്തുള്ളൂ. പക്ഷേ ഇത് കൊള്ളാം കേട്ടോ. ഇതിൻ്റെ മോഡൽ ഈ ഒരു അത് കൊള്ളാം കേട്ടോ. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാം,
ഇത് അഥവാ കയ്യിരുന്ന് പൊട്ടിപ്പോവാനും ചെയ്യാം, തറവീണ് പൊട്ടുകയാണ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ വില ആയിട്ട് പറയുന്നത് 7000 സംതിങ് രൂപയാണ്. അത് നമ്മൾ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് പൊട്ടാതെ അകത്തുകൊണ്ട് വയ്ക്കണം. QR കോഡ് മറ്റേ സ്റ്റിക്കർ തന്നിട്ടുണ്ട്, അതും തന്നിട്ടുണ്ട്. ആ സ്റ്റിക്കർ ഒട്ടിച്ച് ഒരു സ്റ്റാൻഡ് പോലെ സംഭവം തന്നിട്ടുണ്ട്. അത് വെച്ച് സ്കാൻ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് നമുക്ക് പൊടിയടിക്കാതെ കൊണ്ട് അകത്ത് വെച്ചേക്കാം. ഇനി ഇന്നത്തെ നടക്കാൻ പോക്ക്, ഇന്നൊരു വർക്ക് ഉണ്ടായിരുന്നു. അത് തന്നെയാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത. പിന്നെ നമ്മൾ കാർഡ് സ്വൈപ്പിംഗ് മെഷീന് കൊണ്ടുവച്ചു. അതൊരു മുതൽക്കൂട്ടാണ്. മുതൽക്കൂട്ട് മീൻസ് അത്യാവശ്യം വന്നാൽ സ്വന്തം കാർഡിൽ നിന്ന് സ്വൈപ്പ് ചെയ്യാനെങ്കിലും പറ്റുമല്ലോ. എനിക്കറിയാമേ കമ്പനി അതൊക്കെ എതിരാണോന്ന് എനിക്കറിയാം. പക്ഷേ നമുക്കത് നല്ലൊരു ആവശ്യമാണ്. പിന്നെ അത്രയൊക്കെ ഉള്ളൂടെ. ഇന്ന് കംപ്ലീറ്റ്ലി ഡിപ്രഷൻ നിറഞ്ഞ ഈ ദിവസമായിരുന്നു. വൈകുന്നേരം വരെ പോയി കഴിച്ചിട്ട് വന്ന് ഇതൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ അങ്ങോട്ട് മൈൻഡ് ആ ഒരു ഫ്ലോയിലോട്ട് കയറി. എന്താ പറയാൻ, നമ്മളിൽ കുറേ ക്വാളിറ്റികളുണ്ട്. നമ്മൾ മറ്റുള്ളവരെക്കാരും വ്യത്യസ്തരാണ്, നമ്മൾ കുറച്ച് ഗുണങ്ങളുണ്ട് എന്നുള്ള തോന്നലൊക്കെ ഒരു പരിധിവരെ നല്ലതായിരുന്നു. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതൊക്കെ ഏതെങ്കിലും നിമിഷം അതൊക്കെ പൊളിഞ്ഞാലുണ്ടല്ലോ, അതൊന്നും വലിയ ക്വാളിറ്റി അല്ലെന്നോ അല്ലെങ്കിൽ അതൊന്നും ഒരു ക്വാളിറ്റി അല്ലെന്നോ നമ്മൾ ശ്രദ്ധിക്കാതിരുന്ന ധാരാളം കുഴപ്പങ്ങളുണ്ടെന്നൊക്കെ അറിയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ അതൊക്കെ തിരിച്ചറിഞ്ഞ് അല്ലെങ്കിൽ അതൊക്കെ മൈൻഡിൽ കയറി ഇങ്ങനെ തലയ്ക്ക് ചുറ്റും കടന്ന് കറങ്ങുന്ന ഒരവസ്ഥയാണ് ഡിപ്രഷൻ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ കൂടെ അതും ആലോചിച്ച് ഇരുന്ന് ഓരോ ദിവസം വേസ്റ്റായി പോകുമ്പോഴത്തേക്ക് അതിൻ്റെ ഫ്രസ്ട്രേഷനും കൂടെ ആകുമ്പോഴത്തേക്ക് എനിക്കറിയാൻ വയ്യ. സ്വിച്ച് ഇട്ട പോലെ ഇങ്ങനെ നമ്മളെ മൂഡ് സ്വിങ് ചെയ്യുന്നത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ? നമ്മൾ ഹാപ്പി ആയിരിക്കും, ദേഷ്യം വരും, തല അടിച്ച് പൊളിക്കുന്നു, പിന്നെ അത് ഓക്കെ ആവും. വിഷ്ണു നോ എന്ന് സ്വയം ഇങ്ങനെ പറയും. സെക്കൻഡുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും. ഇതൊന്നും വലിയ സംഭവമല്ല, സംഭവമൊന്നുമല്ല. നേരത്തെയൊക്കെ ഈ ഒരു സാഹചര്യം വരുമ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലുമൊക്കെ അടിച്ച് പൊളിക്കും, വാരിപ്പറക്കി എറിയും, തലയിട്ടടിക്കും, തലയിലടിക്കും, ചെയ്യാത്ത പരിപാടികളില്ല. പക്ഷെ ഇപ്പോൾ എന്തുകൊണ്ടാണെന്ന് അറിയാൻ വയ്യ, ആ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ ഞാനങ്ങ് ലോ ആവും. എനിക്കൊന്നും പറ്റൂല, ഞാൻ ഇത്ര എനർജി ഹൈന്ന് ലോ ആയിട്ട് കോൺഫിഡൻസ് ലോ ആയി ഈ ഒരു സംഭവം വരും. അതിന് 2 ഡിസഡ്വാൻറ്റേജ് ആണ് ഉള്ളത്. അല്ല, ഒരു അഡ്വാൻറ്റേജും ഒരു ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഒരു അഡ്വാൻറ്റേജ് നമ്മൾ ഫിസിക്കലി നമ്മളെ പ്രോപ്പർട്ടി ഡാമേജ്, ഫിസിക്കൽ ഡാമേജ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കില്ല. പക്ഷെ അതിൽ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ദിവസം വേസ്റ്റാക്കി കളയും. പക്ഷെ ലോ ആകുമ്പോഴത്തേക്ക് ഒരു പ്രശ്നമുണ്ട്. നമ്മളിൽ തന്നെ നമ്മൾ സ്വയം ഫൈറ്റ് ചെയ്ത് വിജയിച്ച ചില കാര്യങ്ങളുണ്ട്. ചില നെഗറ്റീവ്സ് പോസിറ്റീവ് ആക്കിയ അല്ലെങ്കിൽ അതിനെയൊക്കെ ഫൈറ്റ് ചെയ്ത് ഇല്ലാതാക്കിയ നമ്മുടെ സ്വന്തം കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ സ്വന്തം സ്വഭാവങ്ങളിലെ കാര്യങ്ങൾ, നമ്മളെ പ്രവൃത്തികൾ ഒക്കെ ഉണ്ടാവും. അതൊക്കെ തിരിച്ചു വരും. അതാണ് ഈ ലോ ആവുന്നതിലുള്ള പ്രശ്നം. എനിക്ക് നടക്കാൻ പോകും, അത് ഞാൻ മുടക്കുന്നില്ല. ഈ കഥ പൂട്ടിയിട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് വീണ്ടും അത് പൂട്ടിയിട്ടുണ്ടോ എന്ന് നോക്കും. ചിലപ്പോൾ ചെന്ന് തള്ളിയോ പൂട്ടിയതായിരിക്കും. അതൊരു ചെറിയ വട്ടാണ്. ഇന്ന് 3.21 കിലോമീറ്റർ, ടോട്ടൽ കിലോ കലോറീസ് 265.
ആക്റ്റീവ് കിലോയ്ക്ക് 164. ഇതാണ് ഇന്നത്തെ വാക്ക്. ഇനി വീട്ടിൽ പോകണം, ആഹാരം കഴിക്കണം, കിടന്നുറങ്ങണം, കുളിക്കണം, തളം